കയറ്റിയിട്ട് വിളിക്കാൻ ആരും വരുത്തില്ലല്ലോ. അപ്പം വിളിക്കാൻ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ല. ഒരാളെ ഏർപ്പാട് ചെയ്ത് അത് മതിയായി. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത കേട്ടോ പരിപാടി. അപ്പം പോയിട്ട് എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. രാവിലെ ബസ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ അമ്പലം അവിടെ ഇരിക്കണം. വീഡിയോ കളയല്ലേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഫുള്ളായിട്ട് അവിടെ പോയിട്ട് നമ്മൾ എന്താ അവസ്ഥയെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. കാണണം. ये आपकी सीट बेल्ट है। सीट बेल्ट बांधने के लिए इस मेटल टिप को बगल में डालें और पट्टी खींचकर उसे कस लीजिए। बेल्ट खोलने के लिए फ्लैप को उठाएं और दोनों छोरों को अलग कर दीजिए। ഇതെങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ. നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്നത് കാര്യങ്ങൾ बाहर आए तो उसे तुरंत अपनी ओर खींचे और इस तरह से नाकों को ऊपर रखकर सामान्य ढंग से सांस लेते रहे। दूसरों की सहायता करने से पहले अपने അതുപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുത്ത കേട്ടോ. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അതായത് ഇതെങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇത് വെള്ളത്തിൽ ഇപ്പോൾ പൊട്ടിപ്പോൾ വെള്ളത്തിൽ വീഴുമ്പോഴും ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ശ്വസിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരെന്നോട് സോറി പറഞ്ഞു, വീഡിയോ എടുക്കല്ലേ, വീഡിയോ അപ്ലോഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ശരി പറഞ്ഞു, ഓക്കെ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അല്ലാതെ നമ്മൾ കാണുന്ന സംഭവമാണ്. ഓക്കെ, അതിനടുത്ത് മാന്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റ് ഓടുകയാണ്. ഈ ബ്ലൂ ലൈറ്റ് ഇല്ലേ, അത് റൺവേ ആണ് കേട്ടോ. ഇവിടുന്ന് ഒരു പറക്കും ഫുള്ള് ഗ്ലാസ് നീരാവി അടിച്ചിരിക്കുകയാണ്. അത് ക്ലിയർ അല്ല. ഇവിടാണ് ചിറകിൻ്റെ ഉണ്ട ഇവിടാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗമൊക്കെ KSRTC ബസ് യാത്ര ചെയ്യുന്നവരുണ്ട് കേട്ടോ. സത്യം അങ്ങനെ നമ്മൾ ഫൈനലി റൺവേയിലെത്തി കേട്ടോ. റോഡിൽ ഓടിക്കുന്ന പോലെയാണ് ഓടിച്ചുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ ഒരു പോക്കുണ്ട് പോകാനേ. അതാണ് പോവാണേ. അങ്ങനെ നമ്മൾ ഷാർജയിലെത്തി. 6 മണിക്കാണ് ബസ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കിന് ഇവിടുന്ന് പോകണം. ലഗേജ് എല്ലാം എടുത്ത് കസ്റ്റംസ് പിടിച്ചിട്ട് ചെക്ക് ചെയ്ത് അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. എന്തോ പാക്കറ്റ്സ് എന്തോ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. പുള്ളി പറഞ്ഞ എന്തോ സ്നാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. ഞാൻ എന്നിട്ട് പറയാൻ വെയിറ്റ്. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഷാർജ എയർപോർട്ട്. പകത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കാൻ നിന്നില്ല ഞാൻ. കാര്യം പെട്ടെന്ന് എടിപിടി എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഓക്കെ, ഇവിടെ ബസ് വരുന്നത്. ബസ്സിൽ വരുന്ന ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. ടാക്സി അവിടെ, നമ്മൾ വിളിക്കാൻ വരുന്ന ആളുകൾ അവിടെയാണ് വരുന്നത്. ഇപ്പം എന്നെ വിളിക്കാൻ വരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. കാര്യം ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. എനിക്ക് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ അടുത്ത് ആർക്കെങ്കിലും ഒരു 10 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെങ്കിലും വരും, അത് വേറെ കാര്യം. ഞാൻ പിന്നെ ഒറ്റൊരാളത്തെ പറഞ്ഞുള്ളൂ. അപ്പോൾ ലഗേജെല്ലാം അവിടെ ഉണ്ട്. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് രാവിലെ പോകണം. ഓക്കെ, ഇപ്പം 6 മണിക്ക് ബസ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യും. 5 മണിയായി. എന്തായാലും നോക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേഷങ്ങൾ കണ്ടു നമ്മൾ തുടങ്ങാം. അറബി വേഷങ്ങളൊക്കെ കണ്ടു തുടങ്ങാം കേട്ടോ. ഓക്കെ, എന്തായാലും നല്ല രസമാണ്. അത്യാവശ്യം ചൂടില്ല, അത്യാവശ്യം തണുപ്പുണ്ട്, ഉഷാറാണ്. ഓക്കെ,
ടാക്സികൾ ഇങ്ങനെ വരുന്നു പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത്ര വരെ കണ്ട് നിങ്ങൾ നിർത്തുക. അടുത്ത വീഡിയോ നമ്മൾ ബസ്സിൽ നിന്നുള്ളൊരു യാത്രയാണ്. ഓക്കെ, നിങ്ങളാരെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് കാണുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ കാണണം. ബസ്സിലൊന്നും ആരും അങ്ങനെ പൊക്കാണത്തില്ലായിരിക്കാം. ആ പൊക്കാണമെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്ത് കാണിച്ചെടുത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ട്രാവൽ തോഫിയാണ്. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലെത്തി തിരുവനന്തപുരത്ത് നിന്ന്. ഇനി ഇവിടെ നമ്മൾ എൻ്റെ റൂമിലേക്ക് പോകുന്നു. അതാണ് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും മലയാളീസൊക്കെ പൊക്കാണും, പക്ഷേ നിങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ആദ്യത്തൊരു വീഡിയോ ആയിരിക്കും. അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കാണ് ബസ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാക്സി ഇപ്പോൾ എപ്പോഴും ഉണ്ട് ഇവിടെ. ഇത് ടാക്സി പോകുന്നത് അതിൻ്റെ അപ്പുറത്തെ ആളുകൾ വിളിക്കാൻ വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇത് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ 6 മണി മുതലേ ബസ് വരത്തുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കും വീട്ടിലെ വെള്ളവും കുടിക്കാൻ എന്ത് സുഖമെന്ന് അറിയാമോ? വീട്ടിലെ വെള്ളം ഷാർജയിൽ നിന്ന് കുടിക്കുക. ഓക്കെ, എൻ്റെ കിണറിൻ്റെ ഒരു ഭാഗ്യവേ. ഓക്കെ, അപ്പം അതാണ് ഷാർജ എയർപോർട്ട്. നമ്മളെ ട്രോളിയും തള്ളി ഞാൻ ഇവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ പോകുന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഒക്കെ നമുക്ക് എങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കാണാം. ഓക്കെ, അപ്പോൾ കേക്ക് കടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. തിരുവനന്തപുരത്ത് നിന്ന് വന്ന വീഡിയോസ് ഉണ്ട് കേട്ടോ, ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ മറക്കരുത്, അത് കാണണം. ഓക്കെ, കണ്ടിട്ട് പോവാം. അതുപോലെ തന്നെ BMW ഒക്കെ കാറ്, ബെൻസിൻ്റെ കാറ് എല്ലാം പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ലക്ഷറി ടാക്സികളാണ്. അതുപോലെ തന്നെ ഈ ടാക്സി ഓടുന്ന ആളുകളെന്ന് പറഞ്ഞത് പാകിസ്ഥാനികളും പട്ടാന്മാരും അഫ്ഗാനികളൊക്കെയാണ് കൂടുതൽ കേട്ടോ. സുഡാനികളും ഉണ്ട്, മലയാളികളും ഉണ്ട്. പക്ഷേ അത്ര വ്യാപകമല്ല, വലുതായിട്ടില്ല. എന്നാലും ഉള്ളത് കൂടുതലും പാകിസ്ഥാനി, സുഡാനീസ്, അഫ്ഗാനികളൊക്കെയാണ് കേട്ടോ. പാകിസ്ഥാനി പട്ടാന്മാരാണ് കൂടുതലും. ഞാൻ വന്നിറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ കേൾക്കുന്നൊരു എൻ്റെ ചെവി കേൾക്കുന്നൊരു കാര്യമാണ്. ഒരു പാകിസ്ഥാനി വന്നിട്ട് പറയുവാണ്, 1 നമ്പർ ഗാണ്ടു, 2 നമ്പർ ഗാണ്ടു, 3 നമ്പർ ഗാണ്ടു, 3 പേര് ചൂണ്ടിക്കാണിച്ചിട്ട്. ഈ ടാക്സി ഇത് ഷാർജ ടാക്സി. ഇത് പെണ്ണുങ്ങളുടെ ടാക്സിയാണ് കേട്ടോ. പെണ്ണുങ്ങളാണ് ഓട്ടിക്കുന്നത്, കണ്ടില്ലേ? അത് ഈ 1, 2 ഈ വണ്ടി 3 പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. അതാണ് ദുബായ്. എന്ത് പുരോഗമനമാണെന്ന് അറിയാമോ ഈ നാട്? വൻ സെറ്റപ്പാണ്. ഓക്കെ, ഇതാണ് ബസ് സ്റ്റോപ്പ്. ഷാർജ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. എയർപോർട്ടിലെ ബസ് സ്റ്റോപ്പാണ്. ഇത്രേ ഉള്ളൂ. ഒരു ബോർഡ് ഇടി വെച്ചിട്ടുണ്ട്, ബസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും UAE കാണുന്ന ഒരു കാഴ്ചയാണ്. ചില ആളുകളൊക്കെ പെട്ടിയും തള്ളിയൊക്കെ പോകുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പം ബസ് കാത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിളിക്കാനൊന്നും ആരുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം എനിക്ക് അത്യാവശ്യം വഴികളറിയാം. അതിപ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലം അറിയാം. അല്ലെങ്കിൽ അവിടെ പെട്ടുപോയാൽ എനിക്ക് ചോദിച്ചു പോകാനും എനിക്ക് എത്താനും എനിക്കൊരു മനസ്സിനൊരു ധൈര്യമുണ്ട്. എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പരിപാടി നിൽക്കുന്നത്. വേറെ ചില ആളുകളുണ്ട് ഇതൊന്നും അറിയാതെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും കേട്ടോ. കാര്യം ആരും വിളിക്കാൻ പറ്റാത്തില്ലാത്ത ആളുകളും സ്ഥലം അറിയാത്ത ആളുകളും ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ ആയിരിക്കും. നമ്മളെ കൊണ്ട് സഹായമൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. കാണുന്ന ആളുകളുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിർത്തിയിട്ട് ഇവിടെ ഇത് പറ്റില്ല, ഇവിടെ പാടില്ല, അങ്ങനെയുള്ള സംഭവം പാടില്ല, എന്നാലും എന്തോ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇപ്പം നമുക്ക് അത്യാവശ്യം വണ്ടിയൊക്കെ ആകുമ്പോൾ എന്താ ലൊക്കേഷൻ അറിയായിരിക്കും. നമുക്ക് എവിടെ പോകേണ്ടതെന്ന് ചോദിക്കുമ്പം ഇന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ പലപ്പോഴും പല ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മൾ ഇതുപോലെ വന്ന് ബസ്സിലൊക്കെ നമ്മുടെ റൂമിലൊക്കെ പോകും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ അതാണ് പടച്ചോൻ, അങ്ങനെയാണ്. അൽഹംദുലില്ലാ ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പോകണം. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ സഹായിക്കുക, അതാണ് വേണ്ടത് കേട്ടോ. ഓക്കെ.